മാത്രമല്ല ഒരനുഭവം കൂടി പറഞ്ഞു തരാം. ഇത് സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് ആരാന്നറിയോ? സ്വാതന്ത്ര്യ സമര സേനാനിയായ 10 കൊല്ലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്ന കാരണത്താൽ ബ്രിട്ടീഷുകാരൻ തുറുങ്കിലടച്ച മൊയ്തു മൗലവി. ഈ മൊയ്തു മൗലവി സലഫി നേതാവ്, വഹാബി. അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതുകയും സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്ന പേരിൽ ആ ചെറിയ പുസ്തകം ഇറക്കുകയും അന്ന് ഉമ്മൻചാണ്ടിയാണ് അത് പ്രകാശനം ചെയ്തത് എന്നാണ് എന്റെ ഓർമ്മ. ആ രൂപത്തിൽ പുറത്തിറങ്ങുകയും ചെയ്ത ആ പുസ്തകത്തിൽ അദ്ദേഹം അതിന്റെ 20-ാം പേജിൽ അദ്ദേഹത്തിന്റെ അനുഭവം, മൊയ്തു മൗലവിയുടെ അനുഭവം എഴുതുകയാണ്. കേട്ടോ, ഖിലാഫത്ത് നിസ്സഹകരണ കാലത്ത് ജുമാക്ക് ശേഷം സൗകര്യം കിട്ടുന്നിടത്തൊക്കെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. എന്റെ നാട്ടിലെ കോടഞ്ചേരി പള്ളിയിൽ ഒരിക്കൽ ജുമാക്ക് ശേഷം ഞാൻ പ്രസംഗം തുടങ്ങി. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ജനങ്ങൾ സഹകരിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ ഊന്നിപ്പറഞ്ഞു. സാന്ദർഭികമായി പലതവണ ഗാന്ധിജിയുടെ പേര് പറഞ്ഞു. ഗാന്ധിജിയുടെ പേര് പറയുന്നത് ഖത്തീബിന് സഹിച്ചില്ല. പ്രസംഗത്തിനിടയിൽ മൊയ്തു, നിന്റെ പയക്കം കേൾക്കാൻ ചേലുണ്ട്. പള്ളിയിൽ വെച്ച് കൊടിയ കാഫിറായ ഗാന്ധിജിയുടെ പേര് പറയാൻ ഞാൻ അനുവദിക്കുകയില്ല. ഖത്തീബിന്റെ വിലക്ക് ഉണ്ടായ ഉടനെ ഞാൻ പ്രസംഗം നിർത്തി. അഥവാ മഹാനായ മൊയ്തു മൗലവി അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ ഏതൊരു പള്ളിയിൽ ജുമാക്ക് ശേഷം ആളുകൾ കൂടുമ്പോ അവിടൊക്കെ നിന്നിട്ട് നിങ്ങളെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം, ബഹുമാനായ ഗാന്ധിജി നമ്മുടെ മുന്നിലുണ്ട്, ആ ഗാന്ധിജിയുടെ പിന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, എന്നിട്ട് പോരാടണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോ ആ പള്ളിയിലുണ്ടായിരുന്ന ഖത്തീബ് ചാടി എഴുന്നേറ്റ് പറയാണ്, മൊയ്തു, ആ കാഫിറായ ഗാന്ധിജിയുടെ പേരെങ്ങാനും പള്ളിയിൽ പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. മൊയ്തു മൗലവി പറയാണ്, ഞാൻ പ്രസംഗം നിർത്തി പോരേണ്ടി വന്നു. അന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിലെത്തി. ഖത്തീബ് ഇമാമായി നിസ്കാരം ആരംഭിച്ചു. ഫാത്തിഹ സൂറത്തോതിന് ശേഷം ഖത്തീബ് ഓതുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം വീട്ടിയ ഉടനെ മൊയ്തു മൗലവി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല കാഫിറിന്റെ പേര് പള്ളി പറയാൻ പറ്റുമോ? ഉസ്താദ് പറഞ്ഞു, ഉച്ചക്കല്ലടാ എന്നോട് പറഞ്ഞത്, വല്ലാഹി അത് പറഞ്ഞൂടെ പള്ളിയിൽ. എന്നാൽ കാഫിറിന്റെ പേര് നിസ്കാരത്തിൽ പറയാൻ പറ്റുമോ? കാഫിറിന്റെ പേര് ആടാ നിസ്കാരത്തിൽ പറഞ്ഞത്? പിന്നെന്താ ഉസ്താദെ ഓതിയത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് ആരാ? അമീറുൽ മുഅ്മിനീനാണോ? ആ സാധു ചിന്തിച്ചിട്ടില്ല, ആ ചങ്ങാതി ചിന്തിച്ചിട്ടില്ല. അബൂ ലഹബ് നമ്മൾ ഓതിപ്പോടുന്നല്ലത് ഏത് ലഹബാണ്? പണ്ടൊരാൾ പറഞ്ഞ്, ഈ ഏതാണ്ട് ഖുർആനില് പിന്നെ 25 പ്രവാചകന്മാരുടെ 27 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞൊരു ആലോചിച്ചടാ, 25 എന്നല്ല 27 ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കണല്ലോ, ഇത് എവിടുന്നാ കിട്ടിയത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ കാണാത്ത 2 നബിമാരുണ്ട്. അതെന്താ? നസർ നബി ഉണ്ട്, വസത്ത് നബി ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടോ? നസർ നബി, ഫവസത്ത് നബി ജമ്മാന്നാണ്, വസത്ത് നബി. അങ്ങനെ 2 നബിമാർ, നസർ നബിയും വസത്ത് നബിയും എന്ന് പറഞ്ഞ ഈ 2 നബിമാർ കൂടുതലുണ്ടെന്ന് പറഞ്ഞ പോലെ ഇയാളിങ്ങനെ അബൂ ലഹബ് എന്നിങ്ങനെ ഓതല്ലാതെ ചിന്തിച്ചിട്ടില്ല. ഇയാൾ കാഫിറാണല്ലോ, കാഫിറാന്ന് മാത്രല്ല ആ അവരുടെ റഈസാണല്ലോ എന്നുള്ളത് ഇയാൾ ഓർത്തിട്ടില്ല. മൊയ്തു മൗലവി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഈ അബൂ ലഹബ് എന്ന പച്ചക്കാഫറിന്റെ പേര് നിസ്കാരത്തിൽ പറയാമെങ്കിൽ ഫറോവ എന്ന അനറബ്ബുക്കുമുൽ അഅ്ലാ എന്ന കൊടുംഭീകരന്റെ പേര് ഖുർആനിൽ പറയാമെങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഗാന്ധിജിയുടെ ഈ രാജ്യത്ത് പോരാട്ടം നടത്തുന്ന, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഗാന്ധിജിയുടെ പേര് പള്ളിയിൽ പറഞ്ഞാൽ ഒരു ഹറാമുമില്ല ഉസ്താദേ എന്ന് പറഞ്ഞു പഠിപ്പിച്ച് അല്ലാഹുവിന്റെ പള്ളികളിലും നാട്ടിൻപുറങ്ങളിലും ഒരുപോലെ ഇറങ്ങിത്തിരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ചരിത്രം പറയാനുണ്ടെങ്കിൽ അത് വഹാബികൾക്കാണ്, സലഫികൾക്കാണ്, മുജാഹിദുകൾക്കാണ് എന്നത് അടിവരയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കണം.